ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ക്രോഷ്യ ഉപയോഗിച്ച് ഒരു മിനി പേഴ്സാണ് ചെയ്യുന്നത്. ഇത് അക്രിലിക് വൂളനാണ്. ഇത് 10 നമ്പർ ഹൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് 3mm ആണ്. ഇതും ഉപയോഗിക്കാവുന്നതാണ്. ഇത് 2 and 5mm ആണ്. ഇതും ഉപയോഗിക്കാം. ഇത് 2mm ആണ്. ഇതും ഉപയോഗിക്കാവുന്നതാണ്. 3mm വരെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പം ഞാൻ 10 നമ്പർ ഹൂക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് ഒരു നോട്ടിടണം. ഇതേ രീതിയിൽ ഹൂക്കിൽ ഒരു കെട്ട് കൊടുക്കുക. ശേഷം ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടുന്നത്. നമ്മൾ വലിപ്പം എത്ര വേണോ അതനുസരിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടണം. ഇത് ഞാൻ 27 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ചെയിൻ സ്കിപ്പ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റിച്ചിൽ. അപ്പോൾ 3rd സ്റ്റിച്ചിലാണ് ഒരെണ്ണം ഹൂക്കിൽ ഒരെണ്ണം കിടക്കുന്നത് കൂട്ടാതെയാണ് ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 2nd സ്റ്റിച്ചിലാണ് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇത് ഫുള്ള് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് യാൺ ഓവർ ചെയ്യാതെ ആണ് ഈ 2 ലൂപ്പിൽ കൂടി കൊണ്ടുവന്നിട്ടാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത്, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെല്ലാം നമ്മൾ ഓരോ സ്റ്റിച്ചിലും 1 അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് 3 ചെയ്യണം. അവിടം വരെയും ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മൾ ഇതുവരെയും എല്ലാ സ്റ്റിച്ചിലും 1 ചെയ്തു വന്നു. ലാസ്റ്റ് സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സെയിം സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. 2 ചെയ്തു. ഇപ്പം 3. ഇപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇനി നെക്സ്റ്റ് സൈഡും ഇതേപോലെ എല്ലാ സ്റ്റിച്ചിലും 1 ചെയ്യുക. ആ ലാസ്റ്റ് വരെയും ഇതേപോലെ ചെയ്തു വരണം. ഇപ്പോൾ നമ്മൾ ആ കർവ് ഷേപ്പിൽ വരുന്ന ആ ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഒരു സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തത്. ബാക്കി ഈ മിഡിൽ ഭാഗത്തെല്ലാം നമ്മൾ 1 ആണ് ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചിലും 1 അങ്ങനെ ചെയ്ത് അവിടം വരെ ചെയ്യുക. അപ്പം ഈ റൗണ്ട് കംപ്ലീറ്റ് ആവുകയാണ് ഫസ്റ്റ് റൗണ്ട്. നമ്മൾ ആ ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ജോയിൻറ്റ് ചെയ്തു. ഇനിയും 2nd റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2nd റൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ശേഷം എല്ലാ സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് 2nd റൗണ്ട് നമ്മൾക്ക് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടുന്നത്. 2nd റൗണ്ട് എല്ലാ സ്റ്റിച്ചിലും നമ്മൾക്ക് 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം.
അപ്പോൾ എല്ലാ ചെയിനിലും 1 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യുക. റൗണ്ട് ഫുള്ള് 1 വീതമാണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ആ കർവ് ഷേപ്പ് വരുന്ന ഭാഗത്തും 1 വീതം ചെയ്താൽ മതിയാകും. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിടത്താണ് ആ പിൻ വച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നത്. സെക്കൻഡ് റൗണ്ട് നമുക്ക് എല്ലാ സ്റ്റിച്ചിലും 1 SC വീതമാണ്. ഇനി നമുക്ക് തേർഡ് റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾക്ക് ആ കാണുന്നതിൻ്റെ അടുത്ത് കാണുന്ന അതേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ. അപ്പോൾ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തും കൂടെ നമ്മൾ 1 DC ആയിട്ട് നമ്മൾ കൂട്ടുന്നത് കൊണ്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് നമ്മൾ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിലാണ് നമ്മൾക്ക് നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടുന്നത്. തേർഡ് സ്റ്റിച്ച് 1 2 3. ഇപ്പോൾ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനിയും നെക്സ്റ്റ് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിലാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ 2 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെയാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് 3ാമത്തെ സ്റ്റിച്ച്, അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ തേർഡ് റൗണ്ടാണിത്. ഇതേപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി. തേർഡ് റൗണ്ട് കൂടുതൽ കുറവ് അങ്ങനെയൊന്നുമില്ല. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെയും 2 ചെയിൻ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തേർഡ് സ്റ്റിച്ചിലാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഹൂക്കിൽ യാൺ ഓവർ ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഇനി ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അവിടെ നിന്ന് തന്നെ 3 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഡബിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിലാണ് വരുന്നത്. 3 ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ആ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിലാണ്. അപ്പോൾ നമുക്ക് മിഡിലിൽ നമുക്ക് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇപ്പോൾ ഈ റൗണ്ട് കൂടി കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഫോർത്ത് റൗണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. രണ്ട് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഫസ്റ്റ്
ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിൽ. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കത് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മൾക്കത് ജോയിൻ ചെയ്യാം. ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 4th റൗണ്ട് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഇനി 5th റൗണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സെയിം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തു പോയാൽ മതി. എത്ര വലിപ്പം വേണോ അതനുസരിച്ച്. അപ്പോൾ നമ്മൾ സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3rd സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് മുതൽ 3 ഡബിൾ ക്രോഷ്യയുടെ ആ റൗണ്ട് മുതൽ ഇതേപോലെ തന്നെയാണ്, സെയിം മെത്തേഡാണ്. ഇതേപോലെ തന്നെ ചെയ്ത് എത്ര വലിപ്പം വേണം അതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും. അതുപോലെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3rd സ്റ്റിച്ചിൽ 3 ഡബിൾ ക്രോഷ്യ. വലിപ്പം എത്ര വേണം അതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കാണിച്ചിരുന്നു. ശേഷം ഇപ്പം 11 റൗണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 11th റൗണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഇനി നമ്മൾക്ക് 2 റൗണ്ട് കൂടി ചെയ്യണം. അത് നമുക്ക് സെയിം ഇതേ കളർ മതിയെങ്കിൽ ഇതേ കളറിൽ കൊടുക്കാം. ഞാനിപ്പം വേറൊരു കളറും കൂടി ചേർത്താണ് ഇത് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യയാണ്. ഇനി 2 റൗണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരെ കാണിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ 3 ഡബിൾ ക്രോഷ്യയുടെ ടോട്ടൽ റൗണ്ട് 9 ആണ്. 9 റൗണ്ട് വരെ ഞാൻ 3 ഡബിൾ ക്രോഷ്യയുടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നൂല് ഗ്രീൻ കളർ എടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇത് 12th റൗണ്ടാണ്. നമ്മൾക്ക് ഇപ്പോൾ എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഒരു റൗണ്ട് കൂടി നമുക്ക് ഇതേപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എല്ലാ സ്റ്റിച്ചിലും 1 1 1 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 13 റൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് നൂല് കട്ട് ചെയ്യാം. കെട്ട് കൊടുത്തിട്ട് നല്ലൊരു ചെറിയ പേസാണ്. അപ്പം അതിൻ്റെ ഉള്ളിലെ ഇപ്പോൾ ഒരു നീഡിൽ, വലിയ ഹോളുള്ള നീഡിൽ
നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്താൽ മതി ബാലൻസ് നൂലുള്ളത്. ഇനി നമ്മൾക്ക് സിബ് വയ്ക്കണം. മുട്ടുസൂചി പിൻ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കയ്യിൽ കൊള്ളാതെ ശ്രദ്ധിക്കണം. ഒന്ന് രണ്ട് സ്റ്റിച്ച് ഇട്ടിട്ട് മുട്ടുസൂചി എടുത്താൽ മതി. ഇപ്പോൾ സെയിം കളർ തന്നെ നമുക്ക് ആ ബോർഡർ പോലെ ലാസ്റ്റ് പിന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളറ് വെച്ചാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കളർ തന്നെ നൂലെടുക്കുമ്പോൾ നമുക്ക് ഈ നൂല് ഒടിക്കുന്നേ അറിയത്തില്ല. അത് സെയിം കളർ തന്നെ എടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ചെറിയതും വലുതുമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് പിന്നെ ഇതേപോലെ തന്നെ ഒരു ബഡ് പോലെ ചെയ്ത് വെച്ചിട്ട് മുത്ത് കോർത്തതാണ്. അവിടെ നമ്മൾ 2 റൗണ്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ 9 റൗണ്ടാണുള്ളത്. അപ്പോൾ 5th റൗണ്ട് വരെ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്ന കാണിച്ചിരുന്നു. 5th റൗണ്ട് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഡബിൾ ക്രോഷ്യയുടെ തന്നെ ഒരു 6th റൗണ്ട് വരെ ഒരു 6 റൗണ്ട് കൂടി ചെയ്തിരുന്നു. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 13 ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 27 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് 2 സൈഡിലും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു. വീണ്ടും ഒരു റൗണ്ട് കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്തു. അപ്പോൾ ഫിനിഷ് ചെയ്യുമ്പോഴും നമ്മൾ 2 റൗണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, താങ്ക് യു.